പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1 ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് കിടക്കുന്നത്. അതായത് പാർട്ട് 10 ആണ്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ GSTയുടെ അക്കൗണ്ടിംഗ് ആണ് വിശദമായിട്ട് പ്രതിപാദിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. സോ അബൌട്ട് ദ അക്കൗണ്ടിംഗ് അണ്ടർ GSTയുടെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായും 7 ലെഡ്ജർ അക്കൗണ്ടുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്നാമതായി ഇൻപുട്ട് CGST അക്കൗണ്ടാണ്. It is used for intrastate dealings. That is, it is for tax paid on purchase of goods in intrastate. സ്റ്റേറ്റിനുള്ളിൽ തന്നെ ഉള്ള പർച്ചേസുകൾക്കാണ് അവിടെ ഇൻപുട്ട് CGST അക്കൗണ്ട് ആവശ്യമായിട്ടുള്ളത്. Here the tax paid is to be set off against output CGST. നമുക്കറിയാം, സാധനങ്ങൾ വാങ്ങുമ്പോൾ സംസ്ഥാനത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവിടെ ഇൻപുട്ട് CGST അക്കൗണ്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഇൻപുട്ട് CGST അക്കൗണ്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന ടാക്സാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി അടച്ച ടാക്സ് ആയതുകൊണ്ട് അതിനെ ഒരു അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അസറ്റ്. ദ ഇൻപുട്ട് CGST അക്കൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അസറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഇൻപുട്ട് CGST നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അടയ്ക്കുന്ന നികുതിയാണ്, അല്ലെങ്കിൽ സപ്ലയർക്ക് നമ്മൾ നൽകുന്ന നികുതിയാണത്. അതുകൊണ്ട് തന്നെ പിന്നീട് സാധനങ്ങൾ വിൽക്കുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സ്, കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സിൽ നമുക്ക് കിഴിവ് ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻപുട്ട് CGST അക്കൗണ്ടിലുള്ള തുകയാണ് ഔട്ട്പുട്ട് CGST അക്കൗണ്ടിൽ നമുക്ക് കിഴിവ് ലഭിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻപുട്ട് SGST അക്കൗണ്ട്. ഇത് നമുക്കറിയാം ഇൻട്രാസ്റ്റേറ്റ് ഡീലിങ്സിലാണ്. ഇൻട്രാസ്റ്റേറ്റ് ഡീലിങ്സിൽ സാധനങ്ങൾ വാങ്ങുന്ന അവസരങ്ങളിൽ അതിൻ്റെ ഒരു പോർഷൻ CGSTയും മറ്റൊരു പോർഷൻ SGSTയും ആയിരിക്കും. CGST നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നൽകേണ്ട ടാക്സ് ആണ്. എന്നാൽ SGST ആകട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് നൽകേണ്ട ടാക്സ് ആണ്. അപ്പോൾ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടെ GSTയുടെ ഒരു പോർഷൻ ഇൻപുട്ട് SGST ആയിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. സാധനങ്ങൾ വാങ്ങുമ്പോൾ അടയ്ക്കുന്ന ടാക്സ് ആയതുകൊണ്ട് അതിനൊരു അസറ്റായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതൊരു അഡ്വാൻസ് ടാക്സ് ആണ്. സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ആണ്. അത് നമുക്ക് ഔട്ട്പുട്ട് SGST അക്കൗണ്ടിൽ നിന്നും നമുക്ക് ആ അടച്ച ടാക്സിന് ഇളവ് ലഭിക്കുന്നതാണ്. ദെൻ മൂന്നാമതായിട്ട് ഇൻപുട്ട് IGST അക്കൗണ്ടാണ്. നമുക്കറിയാം ഇൻ്റർസ്റ്റേറ്റ് ഡീലിങ്സിലാണ് സാധനങ്ങൾ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് വാങ്ങുന്ന അവസരങ്ങളിൽ സപ്ലയർ മറ്റൊരു സംസ്ഥാനത്തിലുള്ള ആളാണെങ്കിൽ, അതായത് മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നുമാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഇൻ്റർസ്റ്റേറ്റ് ഡീലിങ്സ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ IGST ആണ് അവിടെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് IGST അക്കൗണ്ടാണ് ഇൻ്റർസ്റ്റേറ്റ് ഡീലിങ്സിൽ ആവശ്യമായിട്ടുള്ളത്. സാധനങ്ങൾ വാങ്ങുന്നതായതുകൊണ്ട് അവിടെ ഇൻപുട്ട് IGST അക്കൗണ്ടിനാണ് ഡെബിറ്റ് വരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് ആൻ അസറ്റ്. ഇവിടെ നമുക്കറിയാം IGSTയിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ട് IGSTയിൽ നിന്നും നമുക്ക് കിഴിവ് ലഭിക്കുന്നതാണ് ഇൻപുട്ട് IGST.
നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് IGSTയിൽ നിന്നും കിഴിവ് നമുക്ക് ലഭിക്കുന്നതാണ്. സാധനങ്ങൾ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 3 അക്കൗണ്ടുകളാണ് വരുന്നത്. ഇൻപുട്ട് CGST അക്കൗണ്ട്, ഇൻപുട്ട് SGST അക്കൗണ്ട് ആൻഡ് ഓൾസോ ഇൻപുട്ട് IGST അക്കൗണ്ട്. ഇതിൽ ആദ്യം കണ്ട ഇൻപുട്ട് CGST അക്കൗണ്ടും ഇൻപുട്ട് SGST അക്കൗണ്ടും സംസ്ഥാനത്തിനുള്ളിൽ നിന്നുള്ള പർച്ചേസ് ആണെങ്കിലാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. സാധനങ്ങൾ വാങ്ങുന്നതിന് പുറമെ അസറ്റ് വാങ്ങുന്നതിനും ഇതേ തരത്തിലുള്ള ഇൻപുട്ട് അക്കൗണ്ടുകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടതുള്ളത്. അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന GSTക്കും നമുക്ക് ക്രെഡിറ്റ് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സിൽ നമുക്ക് കിഴിവ് ലഭിക്കുന്നതാണ്. സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ സപ്ലയേഴ്സിന് അടയ്ക്കുന്ന ടാക്സാണ് ഇൻപുട്ട് GST എന്ന് പറയുന്നത്. ആ ഇൻപുട്ട് GSTയിൽ നമുക്കറിയാം ഇൻപുട്ട് CGST ഉണ്ടാവാം, ഇൻപുട്ട് SGST ഉണ്ടാവാം. ഇനിയും അന്തർ സംസ്ഥാന ഇടപാടുകളാണെങ്കിൽ അവിടെ ഇൻപുട്ട് IGST ഉണ്ടാവാം. പിന്നീട് നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ, സാധനങ്ങൾ വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് GST എന്ന് പറയുന്നത്. ആ ഔട്ട്പുട്ട് GSTയിൽ നിന്ന് നമുക്ക് കിഴിവ് ലഭിക്കുന്ന ഇനങ്ങളാണ് ഇൻപുട്ട് GST എന്ന് പറയുന്നത്. തുടർന്ന് നാലാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഔട്ട്പുട്ട് CGST അക്കൗണ്ടിനെ കുറിച്ചാണ്. അതായത് ഇൻട്രാസ്റ്റേറ്റ് സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സാണ് അവിടെ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും. സംസ്ഥാനത്തിനുള്ളിലുള്ള വിൽപ്പനയാണെങ്കിൽ അതേ സംസ്ഥാനത്തുള്ള ഒരു കസ്റ്റമർക്കാണ് സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതെങ്കിൽ അവിടെ കസ്റ്റമേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ടാക്സ് ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയുമാണ്. അതിൽ ഔട്ട്പുട്ട് CGST എന്ന് പറയുന്നത് ഇൻട്രാസ്റ്റേറ്റ് സെയിൽസിൽ കസ്റ്റമേഴ്സിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സാണ്. ഇത് നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഗവൺമെൻറ്റിലേക്ക് നൽകേണ്ടതായതുകൊണ്ട് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. ഇതൊരു ബാധ്യതയായിട്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് പേയബിൾ ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ഔട്ട്പുട്ട് CGST എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നൽകേണ്ട തുകയാണ്. എന്നാൽ ഔട്ട്പുട്ട് SGST എന്ന് പറയുന്നത് അവിടെ ഇൻട്രസ്റ്റേറ്റ് ഡീലിങ്സിൽ സെയിൽസിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന തുകയാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് നമ്മൾ നൽകേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് നൽകേണ്ട തുകയായതുകൊണ്ട് അതും ഒരു ബാധ്യതയായിട്ട് വേണം കണക്കാക്കാൻ. ഇനി ആറാമതായിട്ട് നമ്മൾ കാണുന്നത് ഔട്ട്പുട്ട് IGST അക്കൗണ്ടാണ്. മറ്റൊരു സംസ്ഥാനത്തുള്ള കസ്റ്റമർക്കാണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ, അല്ല ഇൻട്രസ്റ്റേറ്റ് സെയിൽസ് ആണെങ്കിൽ അവിടെ കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ഔട്ട്പുട്ട് IGST ആണ്. അതും സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അടയ്ക്കേണ്ട സെയിൽസിൽ നമ്മൾ കളക്ട് ചെയ്ത തുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ നമ്മൾ കളക്ട് ചെയ്തതിൽ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് ഔട്ട്പുട്ട് SGST ആണ്. കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോകുന്നത് ഇൻട്രാസ്റ്റേറ്റ് ഡീലിങ്സ് ആണെങ്കിൽ അവിടെ ഔട്ട്പുട്ട് CGSTയും, ഇൻട്രസ്റ്റേറ്റ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇടപാട് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കുള്ള സെയിൽസ് ആണെങ്കിൽ അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഔട്ട്പുട്ട് IGSTയുമാണ് പോകുന്നത്. അപ്പോൾ പർച്ചേസിൽ നമ്മൾ ടാക്സ് നൽകുന്നു, അതാണ് ഇൻപുട്ട് GST എന്ന് പറയുന്നത്. എന്നാൽ കസ്റ്റമേഴ്സിൽ നിന്നും സെയിൽസിൻ്റെ സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് GST. ഔട്ട്പുട്ട് GST ഔട്ട്പുട്ട് CGST ആവാം, ഔട്ട്പുട്ട് SGST ആവാം. അത് രണ്ടും ഇൻട്രാസ്റ്റേറ്റ് ഡീലിങ്സിലാണ്, ഒരു സംസ്ഥാനത്തിനുള്ളിലുള്ള സെയിൽസിനാണ് ബാധകമായിട്ടുള്ളത്. എന്നാൽ ഇൻറ്റർസ്റ്റേറ്റ് സെയിൽസ് ആണെങ്കിൽ അവിടെ ഔട്ട്പുട്ട് IGST മാത്രമേ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൂ.
ഈ 6 അക്കൗണ്ടുകൾക്ക് പുറമെ ഏഴാമതൊരു അക്കൗണ്ട് കൂടെ ജി എസ് ടിയുടെ ഇടപാടുകളിൽ ആവശ്യമാണ്. അതാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അഥവാ ജി എസ് ടി പേയബിൾ അക്കൗണ്ട്. അതായത് നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ജി എസ് ടി ആയിട്ടുള്ള ഔട്ട്പുട്ട് ജി എസ് ടി, ആ തുക മുഴുവനും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതില്ല. അതിൽ നിന്നും ഇൻപുട്ട് ജി എസ് ടിയുടെ ക്രെഡിറ്റ് നമുക്ക് അവൈൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള തുക മാത്രമേ ഗവൺമെൻറ്റിലേക്ക് ജി എസ് ടി ആയിട്ട് അടയ്ക്കേണ്ടതുള്ളൂ. ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അഥവാ ജി എസ് ടി പേയബിൾ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഓൺ ഗവൺമെൻറ് ജി എസ് ടി പോർട്ടൽ ടു പേ ജി എസ് ടി. അവിടെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ജി എസ് ടി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ജി എസ് ടി പോർട്ടലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അതിലൂടെ ആണ് നമ്മൾ ജി എസ് ടി ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. ഇനി ഇറക്കുമതി ചെയ്ത വസ്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അവിടെ ഐ ജി എസ് ടി ആയിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇൻ്റർസ്റ്റേറ്റ് ഡീലിങ്സ് പോലെ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അവിടെ ഐ ജി എസ് ടി ആണ് ബാധകമായിട്ടുള്ളത്. എന്നാൽ പെട്രോളിയം പ്രോഡക്റ്റിനോ ആൽക്കഹോളിനോ, അതായത് പെട്രോൾ, ഡീസൽ, മദ്യം എന്നിവയ്ക്കൊന്നും അവിടെ ജി എസ് ടി ആപ്ലിക്കബിൾ അല്ല. നമുക്കറിയാം അവയ്ക്ക് നിലവിൽ സെയിൽ ടാക്സ് തന്നെയാണ് ബാധകമായിട്ടുള്ളത്. സോ അബൌട്ട് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ജി എസ് ടി. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ പരിഗണിക്കുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ് ഇൻ കേസ് ഓഫ് ഇൻട്രാസ്റ്റേറ്റ് ഡീലിങ്സ്. സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിയതാണെങ്കിൽ, ഇൻട്രാസ്റ്റേറ്റ് ഡീലിങ്സ് പർച്ചേസ് ആണെങ്കിൽ, അത് ക്യാഷ് ആണെങ്കിൽ ക്രെഡിറ്റ് ആണെങ്കിലും അവിടെ ജി എസ് ടിയുടെ ഡീലിങ്സ് ഒരുപോലെ തന്നെയാണ്. അവിടെ നമുക്കറിയാം പർച്ചേസസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. സാധനങ്ങളുടെ വിലയ്ക്ക് പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നു. എന്നാൽ അടയ്ക്കേണ്ട ഇൻപുട്ട് സി ജി എസ് ടിയും ഇൻപുട്ട് എസ് ജി എസ് ടിയും ഡെബിറ്റ് ചെയ്യണം. കാരണം അത് അഡ്വാൻസ് ടാക്സ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്നതാണ്. സാധനങ്ങൾ വാങ്ങുമ്പോൾ സപ്ലയേഴ്സിന് നമ്മൾ ജി എസ് ടി അടയ്ക്കുന്നത് അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടയ്ക്കുന്നതിന് തുല്യമാണ്. തുടർന്ന് നമുക്ക് ഔട്ട്പുട്ട് ജി എസ് ടിയിൽ കിഴിവ് ലഭിക്കുന്ന ഒരു ഇനം കൂടിയാണ്. അതുകൊണ്ട് അതിനെ അസറ്റായിട്ട് കണക്കാക്കി ഡെബിറ്റ് ചെയ്യുന്നു. സോ ഇൻട്രാസ്റ്റേറ്റ് ഡീലിങ്സ് ആണെങ്കിൽ സാധനങ്ങൾ സംസ്ഥാനത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നതെങ്കിൽ അവിടെ വരുന്ന ജേർണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കുക, ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ സപ്ലയേഴ്സിന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുക. എന്നാൽ ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നുമാണ് സാധനങ്ങൾ കടമായിട്ടോ റൊക്കം പണത്തിനോ വാങ്ങുന്നതെങ്കിൽ അവിടെ ജേർണൽ എൻട്രിയിൽ വരുന്ന മാറ്റം പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് ഐ ജി എസ് ടി അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ നമുക്കറിയാം ഇൻട്രസ്റ്റേറ്റ് ഡീലിങ്സ് ആകുമ്പോൾ ഐ ജി എസ് ടി ആണ് ഇൻവോൾവഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻപുട്ട് ഐ ജി എസ് ടി അക്കൗണ്ടിന് മാത്രം ഡെബിറ്റ് കൊടുക്കുക ടു ക്യാഷ് ഓർ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് ഡീലിങ്സ് ആണെങ്കിൽ ഒരു സംസ്ഥാനത്തിനുള്ളിലുള്ള സപ്ലയറിൽ നിന്ന് തന്നെയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവിടെ ഒരേ സമയത്ത് ഇൻപുട്ട് സി ജി എസ് ടിയും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇൻപുട്ട് എസ് ജി എസ് ടിയും വരുന്നുണ്ട്. ഈ രണ്ട് അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് കൊടുക്കണം. എന്നാൽ ഇൻ്റർ സ്റ്റേറ്റ് ഡീലിങ്സ് ആണെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നുമാണ് സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതെങ്കിൽ അവിടെ ഒരു അക്കൗണ്ട് മാത്രമേ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുള്ളൂ. അത് ഇൻപുട്ട് ഐ ജി എസ് ടി അക്കൗണ്ടാണ്. ആ കേസിൽ ഇൻപുട്ട് ഐ ജി എസ് ടി അക്കൗണ്ട് മാത്രം ഡെബിറ്റ് കൊടുത്താൽ മതി. അടുത്തതായിട്ട് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ് ഇൻ കേസ് ഓഫ് ഇൻട്രാസ്റ്റേറ്റ് ഡീലിങ്സ്. നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നത് അതേ സംസ്ഥാനത്തുള്ള ഒരു കസ്റ്റമർക്കാണെങ്കിൽ അവിടെ ജേർണൽ എൻട്രി നമുക്കറിയാം ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷിനാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത്,
ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത്. 2 സെയിൽസ് അക്കൗണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള CGST SGST അക്കൗണ്ടുകൾ കൂടി എമൗണ്ടുകൾ കൂടി നമ്മൾ കണക്കിലെടുക്കണം. സോ ക്രെഡിറ്റ് കൊടുക്കേണ്ട അക്കൗണ്ടുകൾ, കാരണം ഇത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട തുകയാണ്, അതുകൊണ്ട് ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കുന്നു. സോ 2 ഔട്ട്പുട്ട് CGST അക്കൗണ്ട്, 2 ഔട്ട്പുട്ട് SGST അക്കൗണ്ട്. ഇതാണ് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിൻ്റെ കേസിൽ എഴുതേണ്ട ജേർണൽ എൻട്രി. ക്യാഷ് സെയിൽസ് ആണെങ്കിലും ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലും അവിടെ ക്യാഷ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുന്നു. നമുക്കറിയാം സെയിൽസിനെ ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇവിടെ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, സെയിൽസ് എമൗണ്ട്. ദെൻ നമ്മൾ കളക്ട് ചെയ്യുന്ന GST അക്കൗണ്ടിനും ക്രെഡിറ്റ് കൊടുക്കണം, കാരണം ലയബിലിറ്റിയാണ്, ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ട ടാക്സ് ആണത്. സോ അവിടെ ഔട്ട്പുട്ട് CGST അക്കൗണ്ടിനും ഔട്ട്പുട്ട് SGST അക്കൗണ്ടിനും ക്രെഡിറ്റ് കൊടുക്കുന്നു. എന്നാൽ ഇൻ്റർസ്റ്റേറ്റ് ഡീലിങ്സ് ആണ്, വിൽപ്പന മറ്റൊരു സംസ്ഥാനത്തിലുള്ള കസ്റ്റമർക്കാണ് നിർവഹിക്കുന്നതെങ്കിൽ, സാധനങ്ങൾ അന്യ സംസ്ഥാനത്തിലുള്ള ഒരു കസ്റ്റമർക്കാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ ജേർണൽ എൻട്രിയിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. അവിടെ ഔട്ട്പുട്ട് IGST അക്കൗണ്ടിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഇൻട്രാ സ്റ്റേറ്റ് ആയിരുന്നപ്പോൾ 2 അക്കൗണ്ടുകൾ ക്രെഡിറ്റ് കൊടുത്തു. ഔട്ട്പുട്ട് CGST അക്കൗണ്ടിനും ഔട്ട്പുട്ട് SGST അക്കൗണ്ടിനും ക്രെഡിറ്റ് കൊടുത്തു. അതിനു പകരം ഇത് ഇൻ്റർസ്റ്റേറ്റ് ഡീലിങ്സ് ആയതുകൊണ്ട് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഔട്ട്പുട്ട് IGST അക്കൗണ്ടിനാണ്. അതുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തുള്ള കസ്റ്റമർക്കാണ് സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതെങ്കിൽ എഴുതേണ്ട ജേർണൽ എൻട്രി ക്യാഷ് ഓർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് ടു ഔട്ട്പുട്ട് IGST അക്കൗണ്ട്. നമുക്ക് ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകാം. ആദ്യമായിട്ട് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. പർച്ചേസ്ഡ് ഫ്രം സുരേഷ് ഹു ഈസ് ഇൻ സെയിം സ്റ്റേറ്റ് ഫോർ ₹8,000 ആൻഡ് GST റേറ്റ് ഈസ് 18%. ഇവിടെ 8,000 രൂപയുടെ സാധനങ്ങളാണ് അതേ സംസ്ഥാനത്തുള്ള സുരേഷിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. ആ സാധനങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള GST എന്ന് പറയുന്നത് 18% ആണ്. അവിടെ നമുക്കറിയാം 2 എലമെൻറ്റ്സ് ഉണ്ടാവും GSTക്ക്, പകുതി CGSTയും പകുതി SGST ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ 9% CGSTയും 9% SGSTയും സാധനം വാങ്ങുമ്പോൾ നമ്മൾ സുരേഷ് എന്ന് പറയുന്ന കച്ചവടക്കാരന് നൽകേണ്ടതുണ്ട്. അപ്പോൾ സാധനങ്ങൾ കടത്തിൽ വാങ്ങി എന്ന് അനുമാനിക്കുക. സാധനങ്ങൾ സുരേഷിൽ നിന്ന് വാങ്ങിയെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആണെന്ന് അനുമാനിക്കുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇത് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണ്. അതേ സംസ്ഥാനത്തുള്ള സപ്ലയറിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണിത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രി നമുക്കറിയാം. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ 8,000 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിയത്. അത് പർച്ചേസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ വി ഷുഡ് ഗീവ് ഡെബിറ്റ് ടു ഇൻപുട്ട് CGST അക്കൗണ്ട്. ഇവിടെ 8,000 രൂപയുടെ 9% CGSTയും, അതായത് 720 രൂപ CGSTയും 720 രൂപ SGSTയുമായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. സോ ഇൻപുട്ട് CGST അക്കൗണ്ടിന് 720 രൂപയ്ക്ക് ഡെബിറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇൻപുട്ട് SGST അക്കൗണ്ടിനും ഡെബിറ്റ് കൊടുക്കുന്നു. ടു സുരേഷ് അക്കൗണ്ട് 9,440 രൂപ. അവിടെ GST അടക്കം 9,440 രൂപയാണ് സുരേഷിന് പർച്ചേസിൻ്റെ വകയിൽ കൊടുക്കാനുള്ളത്. ഇത് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസിന് ഉദാഹരണമാണ്. ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആകുമ്പോൾ നമുക്കറിയാം അവിടെ ഇൻപുട്ട് CGST അക്കൗണ്ടുമുണ്ട്, ഇൻപുട്ട് SGST അക്കൗണ്ടുമുണ്ട്. ഈ 2 അക്കൗണ്ടുകൾക്കും ഡെബിറ്റ് കൊടുക്കേണ്ടതുണ്ട്. അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ ടേക്ക് അനദർ എക്സാമ്പിൾ, ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സ്. അസറ്റുകൾ വാങ്ങുന്നതിനും നമുക്ക് നികുതി അടയ്ക്കേണ്ടതുണ്ട്, CGST അടയ്ക്കേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ SGSTയും അടയ്ക്കേണ്ടതുണ്ട്. ഇവിടെ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആയതുകൊണ്ട് സംസ്ഥാനത്തിനുള്ളിൽ നിന്നും യന്ത്രസാമഗ്രികൾ വാങ്ങി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങി ഇത്തരം അസറ്റുകൾ വാങ്ങുമ്പോൾ GST അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന
ഔട്ട്പുട്ട് GSTയിൽ നമുക്ക് അതിനും കിഴിവ് ലഭിക്കുന്നതാണ്. പർച്ചേസിന് മാത്രമല്ല ഇൻപുട്ട് GST ക്രെഡിറ്റ് നമുക്ക് ലഭിക്കുന്നത്. എവിടെയൊക്കെ നമ്മൾ GST നൽകിയിട്ടുണ്ടോ ആ ഇൻപുട്ട് GSTക്കൊക്കെ നമുക്കെന്താണ്, നമ്മൾ കളക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GSTയിൽ കിഴിവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് ആണെങ്കിൽ ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. പർച്ചേസിൽ ഫർണിച്ചർ വർത്ത് ₹3,000, 3000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിയതാണ്. GST റേറ്റ് 18% ആണെന്ന് അനുമാനിക്കുക. അതായത് CGSTയും 9%ഉം SGST 9%. അങ്ങനെ 18% GSTയിലാണ് ഫർണിച്ചർ ₹3,000 നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ ആരിൽ നിന്ന് വാങ്ങിയെന്ന് പ്രതിപാദിക്കാത്തതുകൊണ്ട് ക്യാഷ് പർച്ചേസ് ആണെന്ന് അനുമാനിക്കുക. അസറ്റ് വാങ്ങിയത് റെഡി ക്യാഷ് കൊടുത്തുകൊണ്ടാണ്. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 3,000. അതോടൊപ്പം തന്നെ ഇൻപുട്ട് CGST അക്കൗണ്ട് 3000 രൂപയുടെ 9% 270 രൂപ ഇൻപുട്ട് CGST അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻപുട്ട് SGST അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുന്നു 270 രൂപയ്ക്ക്. ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ 3540 രൂപയാണ് ഫർണിച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ നൽകേണ്ട തുക. അതിൽ 3000 രൂപയുടെ ഫർണിച്ചറിൻ്റെ വിലയും 270 രൂപ ഇൻപുട്ട് CGSTയും 270 രൂപ ഇൻപുട്ട് SGSTയുമാണ്. ദെൻ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻട്രാസ്റ്റേറ്റ് സെയിൽസിൻ്റെ ഒരു എക്സാമ്പിൾ. സംസ്ഥാനത്തിനുള്ളിലുള്ള ഒരു കസ്റ്റമർക്ക് വിൽപ്പന നടത്തുന്നു. സെയിൽസ് ടു മാത്യു ഹു ഈസ് ഇൻ ദ സെയിം സ്റ്റേറ്റ് for ₹25,000. ഹിയർ ദ GST റേറ്റ് ഈസ് 18%. അവിടെ നമുക്കറിയാം 9% CGSTയും 9% SGSTയുമാണ് വരുന്നത്. ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആണെന്ന് അനുമാനിക്കുക. 25,000 രൂപയുടെ സാധനങ്ങൾ ക്രെഡിറ്റിൽ വിറ്റു. മാത്യു എന്ന് പറയുന്ന ആൾക്ക് ആണ് വിറ്റത്. അതുകൊണ്ട് മാത്യൂസ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തു. കാരണം ഡെപ്റ്റർ ആണ്. അതുകൊണ്ട് മാത്യുവിൻ്റെ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തു. അത് സെയിൽസിൻ്റെ തുക മാത്രമല്ല അതിൻ്റെ GSTയും കൂടെ 18% കൂടെ ആഡ് ചെയ്തതാണ് 29,500 എന്ന് പറയുന്നത്. ടു സെയിൽസ് അക്കൗണ്ട് 25,000. ടു ഔട്ട്പുട്ട് CGST അക്കൗണ്ട്. അവിടെ CGST 9% ആണ്. 25,000 9% 2,250 ആണ്. ടു ഔട്ട്പുട്ട് SGST അക്കൗണ്ട് 2,250. ഈ രീതിയിൽ 9% വെച്ച് CGSTയും SGSTയും കണക്കാക്കി അത് നമ്മൾ കളക്ട് ചെയ്ത തുകയായതിനാൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട തുകയായതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ലയബിലിറ്റി ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ ഔട്ട്പുട്ട് CGST അക്കൗണ്ടിനെയും ഔട്ട്പുട്ട് SGST അക്കൗണ്ടിനെയുമാണ് ഇൻട്രാസ്റ്റേറ്റ് സെയിൽസിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. സെയിൽസ് ടു കുമാർ who is in different states for ₹25,000 and GST rate of 18%. അവിടെ എഴുതേണ്ട ജനറൽ എൻട്രി കുമാർസ് അക്കൗണ്ട് ഡെറ്റർ 29,500 ടു സെയിൽസ് അക്കൗണ്ട് 25,000 ടു ഔട്ട്പുട്ട് IGST അക്കൗണ്ട് 4,500. ഇത് ഇൻറ്റർസ്റ്റേറ്റ് സെയിൽസ് ആയതിനാൽ മറ്റൊരു സംസ്ഥാനത്തേക്കുള്ള സെയിൽ ആയതിനാൽ അവിടെ ഔട്ട്പുട്ട് IGST അക്കൗണ്ടിന് മാത്രം ക്രെഡിറ്റ് നൽകിയാൽ മതി. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് GST സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് നടത്തുന്നത് നമുക്ക് നോക്കാം. ഹിയർ സെറ്റിൽമെൻറ്റ് റെഫേഴ്സ് ടു ഡിസ്ചാർജ് ഓഫ് ടാക്സ് ലയബിലിറ്റി ടു ദ ഗവൺമെൻറ്. നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്നും കളക്ട് ചെയ്ത ഔട്ട്പുട്ട് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് നൽകേണ്ടതുണ്ട്. എന്നാൽ അതിന് മുൻപ് നമുക്കെന്ത് ചെയ്യാം, നമ്മൾ ഇൻപുട്ട് GST അടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടും, അല്ലെങ്കിൽ കിഴിവ് ലഭിക്കും. സോ ദിസ് ടാക്സ് ലയബിലിറ്റി ഓൺ ബോത്ത് interstate transactions, that is IGST, and intrastate transactions, both the SGST and CGST, is to be discharged on a monthly basis to the government. ഓരോ മാസവുമാണ് GST റിട്ടേൺ നൽകേണ്ടത്. ആ മാസത്തെ ഇടപാടുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് എത്രയാണോ അത് സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്.
GST is paid on purchase transactions can be taken as credited to set of the tax payable on sales. നമ്മൾ മുന്നിൽ കാണുകയുണ്ടായി പർച്ചേസ് നടത്തിയതിന് നമ്മൾ ഓൾറെഡി GST അടച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻപുട്ട് GST ഉണ്ടെങ്കിൽ, ഇൻപുട്ട് SGSTയോ ഇൻപുട്ട് CGSTയോ ഇൻപുട്ട് IGSTയോ ഉണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി സാധനങ്ങൾ വാങ്ങുമ്പോഴോ അസറ്റ് വാങ്ങുമ്പോഴോ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ, GST നൽകിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ നമുക്ക് കളക്ട് ചെയ്ത GSTയിൽ നിന്നും കിഴിവ് ലഭിക്കുകയും അത് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷമുള്ള തുക ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. അവിടെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇനി IGST ക്രെഡിറ്റ് വിൽ ബി ഫസ്റ്റ് അപ്ലൈഡ് ടു സെറ്റ് ഓഫ് IGST. നമുക്ക് ഇൻപുട്ട് IGST ഉണ്ടെങ്കിൽ അതിൽ ക്രെഡിറ്റ് ലഭിക്കുന്നത് ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് IGSTയിൽ നിന്നാണ്. ബാലൻസ് ഉള്ള തുക CGSTയിൽ നിന്നും തുടർന്ന് ബാലൻസ് ഉള്ള തുക SGSTയിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, ഇൻപുട്ട് IGST ഉണ്ടെങ്കിൽ അത് ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് IGSTയിൽ നിന്നാണ്. ബാലൻസ് തുകയുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ട് CGSTയിൽ നിന്നും, എന്നിട്ടും ബാലൻസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് SGSTയിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. GSTയുടെ അക്കൗണ്ടിങ് ജേണലിൽ എങ്ങനെയാണ് GST ഉൾക്കൊള്ളിക്കേണ്ടതാണ് നമ്മൾ കണ്ടത്. പർച്ചേസ് ഇടപാടുകൾക്കും സെയിൽസ് ഇടപാടുകൾക്കും എങ്ങനെ GST കണക്കിൽ ഉൾപ്പെടുത്താമെന്ന് നമ്മൾ കണ്ടു. മൂന്നാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ജേണലുകൾ തയ്യാറാക്കുന്ന വിധവും അവയെ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ GST എങ്ങനെ അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കാമെന്നുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത്. ഇതിൻ്റെ തുടർച്ചയായി നമ്മൾ 4th ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ് അടുത്ത ക്ലാസ് മുതൽ. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.